ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കുറേ നാളിന് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഓൾറെഡി ഒരു പോത്തച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളായി, ഏകദേശം ഒരു 1-2 വർഷത്തിന് മുന്നേ ഇട്ടതാണ്. പക്ഷേ അതിപ്പോൾ ഒരുപാട് ഹിറ്റായിട്ട് ഒത്തിരി കമൻറ്റ്സ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ സംശയങ്ങൾ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി നമ്മളൊരു പോത്തച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. പോത്തച്ചാർ 2.0 കണ്ടാലോ? ആദ്യം തന്നെ നമ്മൾ 1 കിലോ പോത്താണ് ഇന്ന് എടുത്തിട്ടുള്ളത്. എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ എല്ലുണ്ടാവാൻ പാടില്ല കേട്ടോ. കണ്ടോ, നല്ല ഫ്രഷ് പീസസ് ആണ്. ഒട്ടും തന്നെ ബ്ലഡിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, ചോരമയം ഒട്ടും പാടില്ല. നന്നായിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി എടുത്തതാണ്. ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഈ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇന്ദുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ അച്ചാറെടുക്കുമ്പം ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. നല്ലെണ്ണയോ അല്ലാതെ വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇന്ന് റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് ഇതിനകത്തും തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇനി ഈ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 5 വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഒരു 5 വിസിൽ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പോത്ത് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. അതിനകത്ത് ഇറങ്ങിയ വെള്ളം കൊണ്ടാണ് ഇത് വെന്ത് കിട്ടിയത്. 5 വിസിൽ കഴിഞ്ഞു, തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് മീറ്റ് മസാലയാണ്. 1 ടീസ്പൂൺ മീറ്റ് മസാല. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ഈ പോത്ത് വേവിച്ചെടുത്തത്. ഇത് വറുത്തെടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഒരുപാട് മസാലകളായാൽ പെട്ടെന്ന് അതിനകത്ത് കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ പോത്തിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ഒരല്പം എണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകൾ അതിലേക്കൊന്ന് പിടിക്കാനായിട്ട് ഒരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഈ മസാലകൾ ഇതിലേക്കൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൈസ് ബ്രാൻ ഓയിലാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴികെ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബീഫ് കുറേശ്ശെയായിട്ട് ഇട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പോത്തിറച്ചിയും കൂടി നമുക്കിതുപോലെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പോത്തെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കടുക്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 2 തുടം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. അച്ചാറിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്കൊരു 4-5 സ്പൂൺ ചേർക്കാം. ഇത് ഞാൻ സാധാ മുളക് പൊടിയും കാശ്മീരി കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മീറ്റ് മസാല ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീറ്റ് മസാല അല്ലെങ്കിൽ അച്ചാർ പൊടി നമ്മുടെ പിക്കിൾ പൗഡർ ചേർത്താലും മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ കായം ചേർക്കാം.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഞാനിതിൽ നിറച്ചെടുത്തിട്ടില്ല. ഒരു 1/4 ഭാഗം വിനാഗിരി, ബാക്കി ഭാഗം ചെറു ചൂടുള്ള വെള്ളം, അതായത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി പ്ലസ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇതൊന്ന് തിളക്കട്ടെ നന്നായിട്ട്. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള പോത്തിറച്ചി ചേർത്ത് കൊടുക്കാം. 1 കിലോ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയും ഉണ്ടാവും കേട്ടോ. അത് കുറയും അതിൻ്റെ ക്വാണ്ടിറ്റി. നമുക്കിത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് വറ്റിക്കരുത്, കാരണം ഇത് ഓഫാക്കി കഴിഞ്ഞാലും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫാക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഇരുമ്പ് ചട്ടിയാണ്. നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് നേരം അതിനകത്ത് വെച്ചേക്കാൻ പാടില്ല, കാരണം ആ തുരുമ്പിൻ്റെ ടേസ്റ്റ് അതിനകത്ത് പിടിക്കും. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടോ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലേക്കോ നമുക്ക് മാറ്റാം.